വേണ്ട അങ്ങനെ ഇരിക്കട്ടെ ചുമ്മാ മെനക്കേട് ഉണ്ടാക്കാനായിട്ട്. ഓ ഇവരെന്തോ കാണിക്കുന്നേ? ആരാ? ചേരാൻ വന്നതാ. അയ്യോ വന്നു ചേരാ, ഇതെന്താ അറബിക്കടലോ? കുക്ക സർക്കസിൽ ചേരാൻ വന്നാന്ന്. അയ്യോ കൊക്കിനെ വെച്ചിട്ട് യാതൊരു പണി ഈ സർക്കസിലില്ല. അതല്ല പാചകത്തിന്. ആ കുക്ക്. എന്നാ കുക്കിന്റെ പേര്? രുക്കു. രുക്കു കുക്കു. നിങ്ങൾ ആരാ? ഞാന് മെയിനാ. പാൻറിട്ട മീനെ ആദ്യം കാണുവാ. അയ്യോ ഇത് മെയിനാണെന്ന് ഇവിടുത്തെ. സർക്കസ് ഒക്കെ അറിയുവോ? പിന്നെ ഇല്ല കാണുന്ന കിണർ കണ്ടോ? അത് മരണ കിണറാ. അതെ നേരത്തെ ഇത് മരണ കിണറല്ലായിരുന്നു. നേരത്തെ ഒരു സാധാ കിണറായിരുന്നു. ഞാൻ കാർ ഓടിച്ചതിന് ശേഷമായത് മരണ കിണറായത്. അതെങ്ങനെ? 10-30 പേര് കളി കാണാൻ നിൽക്കുമാരെ നെഞ്ചത്തോട്ട് കൊണ്ടുവന്ന് കാറ് കയറ്റി. പിന്നെ അത് മരണ കിണറല്ലേ? ആണോ? ആണോ? വേറെ എന്തൊക്കെ ചെയ്യും? ഞാനേ കത്തിയുടെ ആളാ. അത് കണ്ടപ്പോഴാ മനസ്സിലായി കത്തിയുടെ ആളാണ്. ആ കത്തി അല്ല. വേണ്ടേ ഇവിടെ ഒരാളെ ഞാൻ നിർത്തും. അവിടെ നിർത്തിക്കൊണ്ടേ അയാളുടെ ചുറ്റും ഒരു 10-30 കത്തി ഞാൻ ഇങ്ങനെ കച്ച കച്ച കച്ചാന്ന് എറിയും. ഒറ്റ കത്തി അവരെ ദേഹത്ത് ഉള്ളത്. കത്തി വാക്കത്തി അല്ലെന്നേ. ഇത് ഇവിടുന്ന് ചെറിയ കത്തി തരും. ആ കത്തി നമ്മുടെ അടുത്ത് എറിയും. പക്ഷെ ആ പണി ഞാനിപ്പോ അങ്ങ് നിർത്തി. അതെന്താ? വെറുതെ മെനക്കേട് പോലെ പോലീസിന്റെ കേസും അടിയും കൂടി. എന്നതാ ഈ പറയുന്നത്? എന്തുവായി പറയുന്നേ? ഇപ്പം കുറച്ച് നാളത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്ന. അത് ഉടനെ അങ്ങ് തുടങ്ങും. എന്താ ഇങ്ങോട്ട് തിരിഞ്ഞേ? അത് എന്റെ അച്ഛനും കുടുംബപരമായിട്ട് ഞങ്ങൾ സർക്കസിലായിരുന്നു. എന്റെ അച്ഛനെ ഉണ്ടല്ലേ ഞാനിങ്ങനെ സർക്കസിൽ ഇങ്ങനെ വെക്കും കമ്പില്. എന്നിട്ട് ഞാൻ ഇവിടെ കയറ്റി ഇരുത്തും. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കൊണ്ട് കിടക്കും. അച്ഛൻ്റെ ലോലിപോപ്പ് ആയിരുന്നോ? അല്ല ഫിലിപ്പ്. എന്റെ അച്ഛനെ ഇവിടുത്തെ പവർ ലിഫ്റ്റിങ്ങിന്റെ മെയിൻ ആളായിരുന്നു. നിങ്ങളുടെ അച്ഛന് മേലെ കൂടെ ആയിരുന്നു ആൾക്കാരെല്ലാം കയറി ഇറങ്ങിക്കൊണ്ടിരുന്നത്. അയ്യോ അത് ലിഫ്റ്റ്. ഇത് പവർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എടുക്കുന്നത്. എന്റെ അച്ഛൻ ഇങ്ങനെ 150 കിലോ വെയിറ്റൊക്കെ വെച്ചത് ഇങ്ങനെ നെഞ്ചത്തങ്ങ് വെച്ചിങ്ങനെ മലന്നങ്ങ് കിടക്കും. എന്നിട്ട് ഒരു ദിവസം സർക്കസിൽ ഷോ കാണിക്കാൻ വേണ്ടി ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മലന്ന് കിടന്ന് 100 വെക്കേ 200 300 400 പറഞ്ഞങ്ങ് വെപ്പിച്ച്. അവസാനം 500 എത്തിയപ്പോ ഉണ്ടല്ലേ അച്ഛൻ കൈകാലിട്ട് ഇങ്ങനെ അടിച്ചു. ഇനി വെക്കല്ലേ എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അവനത് കണ്ടില്ല. അച്ഛന് വാ തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? അയ്യോ ആദ്യം തന്നെ വായിലല്ലേ 50 കിലോ വെച്ചത്. പറയും പിന്നെ എന്താവാന്? അച്ഛനും 500 കിലോ നേരെ അങ്ങ് താഴോട്ട് പോയി. പിന്നെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് പിറ്റേന്ന് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു നിരത്തി 7ന്റെ അന്ന് സഞ്ചാരി നടത്തി. കണ്ടപ്പോ തോന്നുന്നു ഒരു സർക്കസിനോടൊക്കെ വെച്ച് താല്പര്യം ഉണ്ടെന്ന്. അത് കണ്ടല്ലേ? ഐറ്റംസ് വല്ല അറിയാവോ? പിന്നെ അതെ ഈ ചുട്ടുപഴുത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിങ്ങനെ വയറ്റിനകത്തോടെ കൂത്തി ഇപ്പുറത്തോടെ അങ്ങ് ഇറക്കും. ആണോ? പിന്നെ സെയിം പിഞ്ച്. ഞാനും അത് തന്നെ. എനിക്ക് പഴുത്ത എന്ത് ഐറ്റംസ് കിട്ടിയാലും ഞാനത് പറയാം വായിക്കോടങ്ങ് താഴ്ത്ത് ഇറക്കും. അത് എന്താന്നറിയോ? പഴുത്ത കപ്പയ്ക്ക, പഴുത്ത പേരയ്ക്ക, പഴുത്ത. തീറ്റക്കാരി അല്ല പറഞ്ഞത്. അല്ലല്ലേ? അല്ല. ആ തീറ്റക്കാരും പറഞ്ഞപ്പോഴാ എല്ലാ മാസവും 21 ദിവസം കൂടുമ്പോഴേ എനിക്ക് 10 മുട്ട വെച്ച് തരണം. അതിന് അടവല്ലോ ഇരിക്കുന്നുണ്ടാ? അടയിരിക്കാനല്ലെന്ന്, എനിക്കൊന്ന് അടങ്ങാൻ വേണ്ടിട്ടുള്ള. അയ്യോ ഞാനേ ഇവിടുത്തെ മെയിൻ ആട്ടക്കാരിയാ. അത് കണ്ടാലേ മനസ്സിലാവും. നിങ്ങൾ ഉദ്ദേശിച്ച ആട്ടമല്ല. ഞാനേ എന്റെ കല്യാണത്തിന്റെ അന്ന് ഇവിടെ വന്ന് ഷോ കളിച്ച ആളാ. അതെ. ഭർത്താവിനെ കൊണ്ട് ഞാൻ നേരെ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോ എന്റെ ഭർത്താവിനൊരു ആഗ്രഹം എന്റെ ആട്ടം ഒന്ന് കാണണമെന്ന്. പക്ഷേ ഞങ്ങൾ പുള്ളിനെ അങ്ങോട്ട് കയറി എത്തി. ഞാനൊരു ഒറ്റ ആട്ടായിരുന്നു. എന്നിട്ട് എന്ത്? താഴെ കൂടെ ഒരു പുഴയില്ലേ, ആ പുഴയില് 3ന്റെ അന്ന് കുളിക്കാൻ പോയ പെണ്ണുങ്ങളും ഞെട്ടോണ്ട് വന്നേ. അതെ ചേച്ചി, ചേച്ചിയുടെ സർക്കസ് എനിക്കൊന്ന് കണ്ടേ പറ്റൂ. കാണണം. ഞാൻ കാണിച്ചു തരും. കാണിക്ക്. എന്ത് വേണം? റിങ്ങേ കയറണോ അതോ ഞാൻ സൈക്കിളേ കയറണോ? ഏതാ വേണ്ടത്? എന്തും കാണിക്ക്. എന്നാൽ ഇവിടെ നിൽക്ക്. 1 മിനിറ്റ്. പൊന്നു ഞാലോടിക്കോ നിന്നെ ഞാൻ പിടിക്ക്. എനിക്ക് റിങ്ങ കയറണമെങ്കിലേ എന്നെ അവര് വന്നിട്ട് എന്റെ കയ്യിൽ ഇങ്ങനെ ഇട്ടട്ടെ ഇതിട്ട് പൂട്ടും.